ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. ഇന്നപ്പോൾ ഒരു ക്യാബേജ് തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ക്യാബേജ് തോരൻ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാകും കേട്ടോ. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയാണ് ഞാൻ ഈ ക്യാബേജ് തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാബേജ് നീളത്തിൽ ആണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നീളത്തിൽ അരിഞ്ഞ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുന്ന എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് എരിവിന് നമ്മൾ മുളക് പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു 5-6 പച്ചമുളക് എടുത്ത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്കിതിനകത്തേക്ക് വെളുത്തുള്ളി ആവശ്യമാണ്. ഒരു 3 അല്ലി വെളുത്തുള്ളി നമ്മൾ എടുക്കേണ്ട, അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവോളയുടെ പകുതി അതും കുടിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില ആവശ്യമാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാബേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് പൊട്ടി വരണം. പൊട്ടി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ക്യാബേജ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയറും കൂടി ചെയ്തൊന്ന് സഹായിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടാലേ നമ്മുടെ ചാനൽ മുന്നോട്ട് നന്നായിട്ട് പോകുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്യാബേജ് ഇട്ടതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ്. പിന്നെ പച്ചമുളക് ചേർക്കണം. അതുകൂടാതെ നമ്മൾ പിന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിനകത്ത് ഉപ്പ് ആവശ്യമാണ്. അപ്പോൾ ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് ആ ഉപ്പ് എല്ലായിടത്തേക്കും ആക്കിയതിന് ശേഷം അതൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 5 മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്ന് അതിനകത്തേക്ക് ഇനി ചേർക്കാനുള്ളത് നമ്മൾക്ക് തേങ്ങയാണ്. അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള തേങ്ങയുടെ ഒരു അരമുറി തേങ്ങയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാബേജിനൊക്കെ തേങ്ങയൊക്കെ ചേർക്കുമ്പം അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. തേങ്ങ നമ്മൾ ചേർക്കുമ്പോൾ പിന്നെ ക്യാബേജ് ഒന്നും കൂടി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ തേങ്ങയുടെ അളവ് കുറയ്ക്കേണ്ടവർ കുറയ്ക്കാം കേട്ടോ, അതും കുഴപ്പമൊന്നുമില്ല. ഒന്നും കൂടി ടേസ്റ്റി നമ്മൾ തേങ്ങ ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഇനി ചേർക്കേണ്ടത് നമുക്ക് ഒരല്പം കുരുമുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. കുരുമുളക് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച കുത്തലൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി നമ്മളൊന്ന് എടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റി ആട്ടോ ക്യാബേജിന്. ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്നൊക്കെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ക്യാബേജ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ടാറ്റാ.